إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും അനുധാപനം ചെയ്ത് ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി മരിച്ചു പോകുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ജീവിതത്തിലുടനീളം നിലനിർത്തണമെന്ന് എല്ലാ സഹോദരീ സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യന്റെ ഈ ഐഹികമായ ജീവിതം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരു ദാനമാണ്. ഐഹിക ജീവിതം എന്നത് പരീക്ഷണത്തിനു വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ലോകമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതം എന്നത് ഓരോ സെക്കൻഡിലും നിർവഹിക്കപ്പെടേണ്ടത് വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ആയിരിക്കണം. ജീവിതത്തിന്റെ കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്ത ബോധത്തിൽ നിർവഹിക്കപ്പെടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ രണ്ട് സംഗതികൾ ഉണ്ടാകുമ്പോഴാണ്. ഒന്ന്, നാം ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നൊരു ബോധം ഒരാൾക്കുണ്ടാവുക. രണ്ടാമതായി, നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വിചാരണക്ക് വിധേയമായി തീരുന്നുണ്ട് എന്ന ബോധമുണ്ടാവുക. ഈ രണ്ട് സംഗതികൾ ഉണ്ടായാൽ മനുഷ്യന്റെ ജീവിതം നല്ലതായി തീർന്നു. അത് ദുനിയവിയായ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. മനുഷ്യന്റെ ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായി നിരീക്ഷിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. സൂറത്ത് ഖാഫ് 18-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാണ്, ഇത് യതലഖൽ മുതലഖിയാൻ, രണ്ട് മുതലഖിയാനികളായ മലക്കുകളുണ്ട്. അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ്. ഓരോ മനുഷ്യന്റെയും വലഭാഗത്തായിക്കൊണ്ടും ഇടഭാഗത്തായിക്കൊണ്ടും ഇരിക്കുന്നവരായ രണ്ട് മുതലഖിയാനികൾ ഉണ്ട്. തലഖ എന്ന് പറഞ്ഞാൽ ഇയാൾ പറയുന്നതും ചെയ്യുന്നതും ഏറ്റെടുക്കുന്നവർ എന്നാണ്. ഓരോ മനുഷ്യന്റെയും പ്രവർത്തനങ്ങൾ, അയാളുടെ ഖൗല്, വാക്ക് എല്ലാം ഏറ്റെടുക്കുന്നവരായ രണ്ട് മലക്കുകളുണ്ട്. ആ മലക്കുകളാകട്ടെ മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു വാക്കുപോലും ഉച്ചരിക്കുന്നില്ല. മാ യൽഫിളു മിൻ ഖൗലിൻ,
ഒരു വാക്കുപോയി ഉച്ചരിക്കാൻ കഴിയില്ല. ഇല്ല ലദൈ, അയാളുടെ അടുക്കൽ ഉണ്ടായിക്കൊണ്ടല്ലാതെ. റഖീബുൻ അതീദ്, അതീദായ ഒരു റഖീബ് ഉണ്ടായിട്ടല്ലാതെ. റഖീബുൻ അതീദ് എന്ന് പറഞ്ഞാൽ രണ്ട് മലക്കല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. റഖീബുൻ അതീദ് എന്ന് പറഞ്ഞാൽ രണ്ട് മലക്കുണ്ട്. അങ്ങനെയല്ല, മറിച്ച് എന്താണ്, അതീദായിട്ടുള്ള ഒരു റഖീബ് ഉണ്ട് എന്നാണ് അർത്ഥം. റഖീബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുറാഖിമുൻ ലഹു, അയാളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്, സദാ നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ്. ഹഫീളുൻ യക്തുബു അഖ്വാലഹു, മനുഷ്യന്റെ എല്ലാ വാക്കുകളും എഴുതി രേഖപ്പെടുത്തുന്നവനായ ഒരു മുറാഖിബായ മലക്കാണ്. ആ മലക്ക് തന്നെ ആരുമാണ്? മുഹയ്യഉൻ ലിദാലിക ഹാദിറുൻ ഇൻദഹു ലാ യുഫാരിഖുഹു, അയാളെ ഒരിക്കലും വിട്ടുപിരിയാതെ അയാളുടെ സാന്നിധ്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ തയ്യാറാക്കി എഴുതി രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടി നിൽക്കുന്നവനായ ഒരു മലക്കിന്റെ സാന്നിധ്യത്തിലല്ലാതെ അയാൾ ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല. അങ്ങനെ എന്തുണ്ട്? ഇടഭാഗത്തായും വലഭാഗത്തായും മലക്കുകളുണ്ട്, അവർ എഴുതി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അപ്പോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്, അത് റെക്കോർഡാക്കുവാൻ മലക്കുകളുമുണ്ട്. പിന്നെയും ഖുർആൻ പറയുന്നു, ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. വഇന്ന അലൈക്കും ലഹാഫിളീൻ, നിങ്ങളുടെ മേൽ മേൽനോട്ടക്കാരായ മലക്കുകളുണ്ട്. ഹാഫിളീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ മേൽനോട്ടത്തിനുള്ള മലക്കുകളെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അവരാരാണ്? കിറാമൻ കാതിബീൻ, വളരെ ആദരണീയരായ എഴുത്തുകാരാണ്. മനുഷ്യനോട് ഒരു തരത്തിലും ദ്രോഹം ചെയ്യാത്ത വളരെ മാന്യന്മാരായ എഴുത്തുകാരാണ്. അവരനാവശ്യങ്ങൾ എഴുതൂല, ഉള്ളത് മാത്രമേ എഴുതൂ. കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അങ്ങനെ അറിയുന്നവരായ മലക്കുകളാണ്. എന്ന് വെച്ചാൽ ഒരാളുടെ ജീവിതത്തിൽ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുള്ള മലക്ക്, ആ മലക്കിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ചെയ്യുന്നത് ഹൈറാണോ ഷർറാണോ, ഗുണമാണോ ദോഷമാണോ? ഗുണമാണ് എങ്കിൽ അത് വലഭാഗത്തുള്ള മലക്ക് രേഖപ്പെടുത്തി വെക്കും. ദോഷമാണോ മോശമാണോ ഇടഭാഗത്തുള്ള മലക്ക് അത് രേഖപ്പെടുത്തും. രണ്ടും കൃത്യമായ റെക്കോർഡാണ്, കൃത്യമായി വെച്ചിരിക്കുകയാണ്. വീണ്ടും ഖുർആൻ പറയുന്നു, അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും വലാ വറുസുലുനാ ലദൈഹിം യക്തുബൂൻ. അം യഹ്സബൂന, അവരെങ്ങാനും വിചാരിച്ചു പോയിട്ടുണ്ടോ? അന്നാ ലാ നസ്മഉ സിർറഹും, അവരുടെ രഹസ്യങ്ങളൊന്നും നാം കേൾക്കുന്നില്ല എന്ന്. വനജ്വാഹും, കുറെ ആൾക്കാരെ വട്ടം കൂടിയിരുന്ന് ഗൂഢാലോചന നടത്തുന്നതും നമ്മൾ കേൾക്കുന്നില്ല അറിയുന്നില്ല എന്ന് മനുഷ്യന്മാർ വിചാരിച്ചു വെച്ചിട്ടുണ്ടോ? ബല, തീർച്ചയായും വറുസുലുന, നമ്മുടെ റസൂലുമാരായ മലക്കുകൾ ലദൈഹിം, അവരുടെ അടുക്കൽ യക്തുബൂൻ, എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. ഏത് രഹസ്യമായ സങ്കേതത്തിൽ വെച്ച് ആരും അറിയാതെ ചെയ്യുന്ന ഏതേത് ഗൂഢാലോചനകളാണെങ്കിലും ഏതേത് തിന്മകളാണെങ്കിലും അതൊക്കെ അറിയുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന മലക്കുകൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. വഹാദാ കിതാബുനാ യന്തിഖു അലൈക്കും ബിൽ ഹഖ്, അങ്ങനെ രേഖപ്പെടുത്തുന്ന ആ രേഖ ഉണ്ടല്ലോ, ആ രേഖയാണ് നാളെ പാരത്രിക ജീവിതത്തിൽ ഹാജരാക്കപ്പെടുക. അപ്പൊ അവനോട് പറയും, ഹാദാ കിതാബുനാ, ഇതാണ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള കിതാബ്, മനുഷ്യന്റെ കർമ്മരേഖ ഇതാണ്. യന്തിഖു അലൈക്കും ബിൽ ഹഖ്, അത് സത്യമായി നിങ്ങളോട് സംസാരിക്കും. രേഖപ്പെടുത്തപ്പെട്ട രേഖകൾ സത്യമായി നിങ്ങളോട് സംസാരിക്കും എന്ന് പറഞ്ഞാൽ അത് തന്നെ മതി, അതിൽ യാതൊരു കളവുണ്ടാവില്ല. നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ആ കിതാബ് നിങ്ങളോട് സംസാരിക്കും. ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നാം നസ്തൻസിഖു, ഇസ്തൻസഖ എന്ന് പറഞ്ഞാൽ ക്ലോണിംഗ് ചെയ്യലാണ്. ഒരു സാധനത്തെ അതേപോലെ പകർത്തിയെടുക്കുക, ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കുക, ഒരു സാധനത്തിന്റെ അതേ കോപ്പി ഇങ്ങോട്ട് പകർത്തിയെടുക്കുക. മനുഷ്യൻ ചെയ്തു വെക്കുന്ന എല്ലാ അമലുകളും, അത് മോശപ്പെട്ടാകട്ടെ ശരിയായിട്ടുള്ള ഹൈറാകട്ടെ ഷർറാകട്ടെ, എല്ലാറ്റിന്റെയും ഒരു കോപ്പി, അതെല്ലാം കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യം, ആ ചെയ്തു വെച്ച രേഖകളാണ് ഇവന്റെ കയ്യിൽ കൊടുക്കുന്നത്. അതാണ് അവൻ വായിക്കുന്നത്, അതാണ് സത്യമായി അവനോട് സംസാരിക്കുന്നത്. ഖുർആൻ പറയുന്നു, വകുല്ല ഇൻസാനിൻ
അൽസംനാഹു തായിറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. വകുല്ല ഇൻസാൻ, എല്ലാ ഓരോ മനുഷ്യനാകട്ടെ, അൽസംനാഹു തായിറഹു ഫീ ഉനുഖിഹി, അവന്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളെ അവന്റെ പരടിയിൽ നാം വെച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവൻ ചെയ്ത അമല് മോശമാകട്ടെ ശരിയാകട്ടെ അതിന്റെ ഉത്തരവാദിത്വം അവൻ തന്നെയാണ്. അത് വേറെ ആർക്കും പോകൂല. ഏതെങ്കിലും ആള് ചെയ്തതിന്റെ ഗുണം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ചെയ്തതിന്റെ ഉപകാരം വേറെ ആൾക്ക് കിട്ടാനും പോകുന്നില്ല. ഓരോ കർമ്മത്തിന്റെയും മോശപ്പെട്ടതാകട്ടെ ശരിയാകട്ടെ അതിന്റെ ഉത്തരവാദിത്വം അവന്റെ പരടിയുള്ളതാണ്. എന്നിട്ട് പറയുന്നു വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. അങ്ങനെ പരലോകത്ത് ഹാജരാകുന്ന ഈ മനുഷ്യന്റെ മുമ്പിലേക്ക് അതാ നിവർത്തിപ്പിടിച്ചിട്ടുള്ള കിതാബാട് കൊടുക്കും. എന്നാ വായിച്ചോ. യൽഖാഹു മൻശൂറാ, അവനവൻ ചെയ്തതിന്റെ രേഖ നിവർത്തപ്പെട്ട നിലയിൽ ഈ മനുഷ്യന്റെ മുമ്പിൽ സമർപ്പിക്കും. എന്നിട്ട് അവനോട് പറയും ഇഖ്റ കിതാബക, നീ നിന്റെ കിതാബ് വായിച്ചു നോക്ക്. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ, നിന്നെ വിചാരണ ചെയ്യാൻ നീ നിന്റെ കർമ്മരേഖ തന്നെ മതി എന്നവർ പറയും. ഇഖ്റ, നീ വായിച്ചു നോക്ക്. കിതാബക്, നിന്റെ കർമ്മരേഖ നീ വായിക്ക്. കഫാ, മതിയായതാണ്. ബിനഫ്സിക, നിന്നെ സംബന്ധിച്ചിടത്തോളം അൽ യൗമ, ഇന്നേ ദിവസത്തിൽ അലൈക ഹസീബാ, നീ നിന്റെ കർമ്മരേഖ തന്നെ നോക്കിയാൽ മതി. ഇന്ന് വിചാരണ ചെയ്യാൻ വേറെ ആരും വേണ്ടയില്ല. വിചാരണ ചെയ്യാൻ സ്വാഭാവികമായി വേറെ ആരെങ്കിലും വേണ്ടിവരും. എന്തുകൊണ്ട്? ന്യായവും അന്യായവും ഉള്ളപ്പോ. ന്യായവും അന്യായവും ഉള്ള സ്ഥലത്താണ് വക്കീലിനെ വെച്ചിട്ട് വിചാരണ ചെയ്യേണ്ട ഗതികേട് വരിക. ഇവിടെ അതില്ല, അതിന്റെ ആവശ്യമില്ല. ഈ കിതാബ് കണ്ടാൽ മതി. ആ കിതാബിൽ തന്നെ എല്ലാ രേഖകളുണ്ട്. ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത രേഖകൾ അവന്റെ കയ്യിൽ കൊടുത്ത് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ അത് വായിക്കേണ്ടി വരും. ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വരാനുള്ള ഒരവസ്ഥയാണ്. വഇന്ന അലൈക്കും ലമലായികത്തുൻ റുഖബാ, എന്നൊക്കെ വിശദീകരിച്ച് ഉലമാക്കന്മാര് പറഞ്ഞു. വഇന്ന അലൈക്കും ലമലായികത്തുൻ റുഖബാ, അവരെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട് അവരുടെ മേൽ. കിറാമൻ അലല്ലാഹി കാതിബീൻ, അള്ളാഹുവിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചതനുസരിച്ച് എഴുതി വെക്കുന്നവരായ. ലിമ്മാ ഉഖിലു ബി ഇഹ്സായി, അതൊക്കെ കണക്കാക്കി രേഖപ്പെടുത്തി ഏതൊക്കെ നന്മ ഏതൊക്കെ തിന്മ അതൊക്കെ കണക്കാക്കി എഴുതാൻ വേണ്ടി നിയോഗിച്ചവരായ മലക്കുകളുണ്ട്. ലാ യഫൂതുഹും മിൻ അഅമാലിക്കും വഅസ്റാരിക്കും ശൈ, നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള അമലുകളാകട്ടെ നിങ്ങളുടെ രഹസ്യങ്ങളാകട്ടെ, രഹസ്യം പരസ്യം എന്നൊരു സംഗതിയില്ല, എല്ലാം വെളിപ്പെടുത്തപ്പെടുന്ന ഒരു ലോകമാണ്. യഅലമൂന, ആ മലക്കുകൾ അറിയുന്നു. മാ തഫഅലൂന മിൻ ഖൈറിൻ വശർറ, നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ ഖൈറായ കാര്യവും എല്ലാ ശർറായ കാര്യവും അവർക്കറിയാം. അറിയുന്നതിനനുസരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാ ഇത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? ഇങ്ങനൊരു സംഭവമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടാനും പോകുന്നുണ്ട് എന്ന് നമ്മൾക്ക് ആദ്യം പറഞ്ഞിരുന്നത് എന്തിനാ? നമ്മൾ സ്വയം വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലാ ബുദ്ദ അൻ തുഹാസിബു, അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് സ്വയം ഒന്ന് വിചാരണ ചെയ്യണം. അലാ മാ അമിൽതും, നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഗുണാകോ മോശാകോ. നമ്മൾ ഓരോ നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വാക്കാകട്ടെ പ്രവൃത്തിയാകട്ടെ അത് നമ്മൾക്ക് എതിരായി സാക്ഷി നിൽക്കുന്നതാകുമോ അതോ നമ്മൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന കാര്യമാകുമോ എന്ന് നിങ്ങളൊന്ന് സ്വയം വിചാരണ ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. വഖദ് അഖാമല്ലാഹു അലൈക്കും, അല്ലാഹു തആല നിങ്ങളുടെ മേൽ നിശ്ചയിച്ചിരിക്കുന്നു മലായികതൻ കിറാമൻ, മാന്യന്മാരായ മലക്കുകളെ. യക്തുബൂന അഖ്വാലക്കും, അവർ നിങ്ങളുടെ വാക്കുകളെ എഴുതി വെക്കുന്നു. വഅമാലക്കും, നിങ്ങളുടെ പ്രവൃത്തിയും എഴുതി വെക്കുന്നു. വയഅലമൂന അമാലക്കും, നിങ്ങളുടെ അമലിനെ കുറിച്ച് അവർക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? അൻ തുക്രിമൂഹും, അങ്ങനെ ഒരു മലക്കന്റെ കൂടെ ഉണ്ട്. ഇടഭാഗത്തും വലഭാഗത്തും നിരീക്ഷിച്ചുകൊണ്ട് മലക്കുണ്ട്, അവർ എഴുതി വെക്കുന്നുണ്ട്. ആ മലക്കളെ നിങ്ങൾ ആദരിച്ചോന്നാണ്. വതുക്രിമൂഹും, നിങ്ങൾ അവരെ ആദരിച്ചോ. വതഹ്തരിമൂഹും, നിങ്ങൾ അവരെ ബഹുമാനിച്ചോ. അപ്പൊ മലക്കുണ്ടെങ്കിൽ ആദരിക്കൽ എങ്ങനെയാ? നമ്മൾ മലക്കിനെ കാണുന്നില്ല, പക്ഷെ മലക്കുണ്ട്, എഴുതി വെക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധം തന്നു കഴിഞ്ഞാൽ അവർ എഴുതി വെക്കുന്നുണ്ടൊരു ബോധം നമുക്ക് വേണം. ഞാൻ എന്റെ പേരിൽ ഈ എഴുതി വെക്കുന്നവരായ മലക്ക് എന്റെ പേരിൽ മോശം എഴുതി വെക്കരുതേ. അങ്ങനെ മോശം ഞാൻ എഴുതി വെച്ചാൽ എന്താണ്? എന്റെ പേരിൽ മോശം എഴുതി വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? ഞാൻ മലക്കിനെ കൊണ്ട് മോശം എഴുതി വെപ്പിച്ചു എന്നാണല്ലോ. അങ്ങനെ എഴുതി വെപ്പിക്കുക എന്നുള്ള എന്താ? അവരെ അനാദരിക്കലാണ്.
മലക്കിനെ അനാദരിക്കലാണ്. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടവന്റെ മുമ്പിൽ നമ്മൾ ചെയ്താൽ എന്താ? ഓനെ നമ്മൾ അവഗണിക്കലല്ലേ? വാപ്പാന്റെ മുമ്പിലോ ഉമ്മാന്റെ മുമ്പിലോ ഒരു തിന്മ ചെയ്താൽ അത് നമ്മൾ സ്വയം അപമാനിതരാകുന്നത് മാത്രമല്ല, വാപ്പാനെയും ഉമ്മാനെയും അപമാനിക്കൽ കൂടിയാണ്. അതേപോലെ തന്നെ കണക്കൂട്ടിയാൽ മതി. നമ്മൾ എഴുതി വെക്കുന്നവരായ മലക്കുകളുണ്ടെങ്കിൽ അവരെ നമ്മൾ സൂക്ഷിക്കണം, അവരോടൊരു ആദരവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളോ നമ്മളെ പ്രവർത്തനങ്ങളോ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ നിർവഹിക്കേണ്ടതാണ് എന്ന സന്ദേശം അത് നമുക്ക് കിട്ടുന്നു. അങ്ങനെയുള്ള കിതാബ് നമുക്ക് കിട്ടുന്ന അവസരത്തിൽ പരലോകത്ത് വെച്ച് പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയുന്നത്? വവുദിയൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ വലാ യളിമു റബ്ബുക അഹദാ. വവുദിയൽ കിതാബ്, കിതാബ് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പം നിനക്ക് കാണാം ഫതറൽ മുജ്രിമീൻ, കുറ്റവാളികളായ ആളുകളെ നിനക്ക് കാണാം. ദുനിയാവിൽ അവന് കിട്ടിയിട്ടുള്ള ജീവിതത്തെ വളരെ മോശപ്പെട്ട രീതിയിൽ ഉപയോഗിച്ച കുറ്റവാളികളായ അള്ളാന്റെ നിയമത്തെ കാറ്റിൽ പറത്തി ജീവിച്ച ആളുകളെ നിനക്ക് കാണാം. എങ്ങനെ കാണാം? മുശ്ഫിഖീൻ, അവർ അങ്ങേയറ്റം മുശ്ഫിഖീങ്ങളായിരിക്കും, വളരെ ഭയവിഹ്വലരായിട്ടായിരിക്കും. മിമ്മാ ഫീ, അവന് കിട്ടിയിട്ടുള്ള കിതാബിൽ എന്താണ് ഉള്ളത് എന്ന കാര്യത്തിൽ അവൻ അങ്ങേയറ്റം ഭയവിഹ്വലനായിരിക്കും. കാരണം റിസൾട്ട് നേടുക, റിസൾട്ട് കാണാൻ പോവാണ്. ദുനിയാവിലെ ജീവിതത്തിന്റെ പരീക്ഷണ ജീവിതത്തിന്റെ റിസൾട്ട് കിട്ടുക, നമ്മുടെ കർമ്മരെ നമ്മൾ കൈ കിട്ടുമ്പോ അവന് ദുനിയാവിൽ അവന്റെ ജീവിതം എത്ര മോശമാണോ അതിനനുസരിച്ച് അവിടെ ഉണ്ടാവും വയപ്പോലോൻ. അങ്ങനെ കയ്യിൽ ഈ സാധനം കിട്ടുമ്പോ അവര് പറയും യാ വൈലത്തനാ, എന്തൊരു നാശമേ, മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാ. ദുനിയാവിലേറെ കിതാബുകൾ നമ്മൾ കണ്ടുപോയിട്ടുണ്ട്. ഇതെന്തൊരു കിതാബാണ്? മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഈ കിതാബിൽ ചെറിയതാകട്ടെ വലിയതാകട്ടെ ഒന്നും രേഖപ്പെടുത്താതെ വിട്ടുപോയിട്ടില്ലല്ലോ. 90 കൊല്ലം ജീവിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യാവസാനം കഴിഞ്ഞുപോയ മുഴുവൻ കാര്യങ്ങളും ഒന്നൊന്ന് തെറ്റുകൂടാതെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നല്ലോ. എന്തൊരു കിതാബാണ്. ലാ യുഗാദിറു കബീറതൻ വലാ സഗീറതൻ കബീറതൻ വലാ സഗീറതൻ ഇല്ലാ അഹ്സാഹാ, ഒന്നും രേഖപ്പെടുത്താതെ വിട്ടിട്ടില്ലല്ലോ. വവജദൂ മാ അമിലൂ ഹാദിറാ, അവർ ചെയ്തതൊക്കെ കണ്ണുകൊണ്ട് അവർ കാണുന്ന. വവജദൂ മാ അമിലൂ, അവർ ദുനിയാവിൽ വെച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ അവർ കണ്ടെത്തും. ഹാദിറൻ, പ്രത്യക്ഷത്തിൽ കാണും. പ്രത്യക്ഷം നമ്മൾ ചെയ്തൊക്കെ പ്രത്യക്ഷത്തിൽ കാണേണ്ടി വരുന്നൊരവസ്ഥ വരിക. വലാ യളിമു റബ്ബുക അഹദാ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനോടും ഒരു തരത്തിലും ദ്രോഹം ചെയ്യൂല. സ്വർഗം എന്ന് പറയുന്നതും നരകം എന്ന് പറയുന്നതും അള്ളാഹുവിന്റെ നീതിയാണ്. ഒരാളെ നരകത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നീതിയാണ്, സ്വർഗം നൽകുന്നത് നീതിയാണ്. മനുഷ്യന്റെ കർമ്മഫലത്തിന്റെ ഫലമായിട്ടാണ് അത് രണ്ടും കിട്ടുക. അത് അള്ളാഹുവിന്റെ നീതിയാണ്. അള്ളാഹു ഒരിക്കലും ഒരു മനുഷ്യനോടും ഒരു തരത്തിലും ദ്രോഹം ചെയ്യുകയില്ല. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു മനുഷ്യനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ശിക്ഷിക്കുക. അതാ പറയുന്നത് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. വല്ലവനും ഒരു അടുത്തൂക്കം, ഒരു കടുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവൻ യറഹു, അതവൻ കാണുന്നതാണ്. കാണുക, പ്രവൃത്തി എങ്ങനെ കാണുക? വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ, ഒരു അണുത്തൂക്കം തിന്മ ഒരുത്തം ചെയ്താൽ അതവൻ കാണുന്ന. എങ്ങനെ കാണുക? പ്രവൃത്തി എങ്ങനെ കാണുക? ഇന്നത്തെ ലോകത്ത് അത് കാണുന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. 14 നൂറ്റാണ്ടും റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ കാണുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവർ വിശ്വസിച്ച് മനസ്സിലാക്കി നമുക്കറിയില്ല. ഇന്ന് നമുക്കൊരു പ്രശ്നമല്ല. ഇന്ന് നമ്മുടെ ലിഖിതമായ രേഖകൾ, എഴുതി വെച്ച രേഖകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ അറിയാതെ ഏതോ ഒരു കോണിൽ ആരും അറിയാത്ത വിധത്തിൽ ചെയ്തു വെച്ച തനിച്ചൊരു തോന്നിവാസം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തപ്പെടുന്ന ലോകമാണിത്. ആർക്കും മുമ്പിലും രഹസ്യങ്ങളില്ലാത്ത ലോകത്ത് മനുഷ്യൻ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. മനുഷ്യനുണ്ടാക്കിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന അകൃത്യങ്ങളെ മനുഷ്യന്റെ മുമ്പിൽ വെളിപ്പെടുത്തിപ്പെടുത്തുന്ന കാലമാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യനിർമ്മിതമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ ഈ ഉപകരണങ്ങളൊക്കെ സൃഷ്ടിച്ചവനായ അതിന്റെ ഒക്കെ ബുദ്ധികേന്ദ്രമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവനുണ്ടാക്കുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ച് പകർത്തി വെച്ചിട്ടുള്ള അതിന്റെ വീഡിയോ സഹിതം കാണിച്ചങ്ങോട്ട് തരും. ഇതൊക്കെ നീ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത ഒരു പരിതാവസ്ഥയിൽ മനുഷ്യന്മാരെത്തിപ്പെടുന്ന ഒരു സമയമായിരിക്കും അത്.
അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ നന്നാക്കി തീർക്കണം. ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും എഴുതിവെക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മുടെ ഹൃദയത്തിൽ കുടിക്കൊള്ളുന്നുണ്ടെങ്കിൽ നമുക്ക് തിന്മ ചെയ്ത് ജീവിക്കാൻ കഴിയില്ല, അനാവശ്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ പറ്റില്ല, ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ഒരാൾ ജീവിച്ചെങ്കിലേ എന്തുണ്ടാവും? നന്മ വരാൻ പോകുന്നുള്ളൂ. ദുനിയാവിൽ അവൻ നന്മ ഉണ്ടാവും, ആഖിറത്തിൽ നന്മ ഉണ്ടാവും. ഈ പറയുന്ന ഹിസാബ്, രണ്ടാമത് വരുന്ന ഹിസാബിനെ പറ്റിയുള്ള ബോധമാണ്. അത് നമുക്കുണ്ടാകണം. നമ്മൾ ചെയ്തതൊന്നും വെറുതെ ആകൂല, നന്മ ചെയ്തവന് വെറുതെ ആകൂല, തിന്മ ചെയ്തവന് ശിക്ഷ അനുഭവിക്കാതെയും പോകൂല. അത് ഖബറിൽ നിന്ന് തുടങ്ങും. ഖബറിൽ കൊണ്ടുപോയി വെച്ച ആ നിമിഷം മുതൽ അത് ആരംഭിക്കും. ബറാഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. قال خرجنا مع رسول الله صلى الله عليه وسلم في جنازة رجل من الأنصار. അൻസാരികൾപ്പെട്ട ഒരു മനുഷ്യന്റെ ജനാസയുമായി ഞങ്ങൾ ഖബറിന്റെ അടുക്കലേക്ക് പോവുക. ഫൻതഹൈനാ ഇലൽ ഖബർ, ഞങ്ങൾ ഖബറിന്റെ അടുക്കലേക്ക് എത്തി. റസൂലുള്ളാഹിന്റെ കൂടെ ഖബറിന്റെ അടുക്കലെത്തി. വജലസ്നാ ഹൗല, ഖബറിന് ചുറ്റും ഞങ്ങൾ ഇരുന്നു. ഇരിക്കാൻ കാരണം എന്താ? ഖബർ റെഡി ആയിട്ടില്ല, മയ്യത്ത് വെക്കാൻ സമയമായിട്ടില്ല, ഒരല്പം സമയം അവിടെ ബാക്കിയുണ്ട്. ആ സമയത്ത് അവിടെ ഇരുന്നു. ഞങ്ങളെ തലന്റെ മുകളിൽ പക്ഷികൾ ഇരിക്കുന്നത് പോലെയാണ്, അത്രയും ശാന്തമായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. റസൂലുള്ളാഹിന്റെ കയ്യിൽ ചെറിയൊരു കുന്തമുണ്ട്, ഒരു വടിക്കഷ്ണമുണ്ട്. അതുകൊണ്ട് ആ വടി കൊണ്ട് ഇങ്ങനെ നിലത്ത് കുത്തിക്കൊണ്ടിരിക്കുന്ന റസൂൽ. എന്നിട്ട് തല ഉയർത്തി, റസൂലുള്ളാഹിന്റെ തല ഉയർത്തി. എന്നിട്ട് പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ ശരണം തേടിക്കോ. മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ അദാബിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിൽ ശരണം തേടിക്കോ എന്ന് പറഞ്ഞു. മർറത്തൈനി ഔ സലാസ, 2 or 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ആവർത്തിച്ചു കൊണ്ടുവന്നു. വഖാല വഇന്നഹു ലയസ്മഉ ഖഫഖനി ആലിഹിം ഇദാ വല്ലൗ മുദ്ബിരീൻ. അതിന്റെ ഇടയ്ക്ക് റാവി പറയാണ്, അങ്ങനെ ഒരു റിവായത്തുണ്ട്. എന്താ റിവായത്ത്? ഒരു മനുഷ്യനെ കബറടക്കി കഴിഞ്ഞാൽ, അങ്ങനെ കബറടക്കിയവരായ ആളുകൾ ഈ ജോലി കഴിഞ്ഞ് പിരിഞ്ഞു പോയാൽ അപ്പൊ എന്തുണ്ടാവും? അവന്റെ ചെരുപ്പിന്റെ വാറടി കേൾക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയമാകുമ്പോ മലക്കുകൾ വരും. ഹീന യുഖാലു ലഹു, എന്നിട്ട് അവനോട് പറയപ്പെടും, യാ ഹാദാ, ഹേ മനുഷ്യ, മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ് എന്നോട് ചോദിക്കും. വമാ ദീനുക്, നിന്റെ ദീൻ എന്താണെന്ന് ചോദിക്കും. വമാ നബിയുക്, നിന്റെ നബി ആരാണെന്ന് ചോദിക്കും. അപ്പൊ 3 ചോദ്യങ്ങളാണ് ഖബറിൽ വെച്ച്, 3 ചോദ്യങ്ങളാണ്. ഇപ്പം നമ്മൾ കാണാതെ പഠിച്ചു പോയിട്ടും കാര്യം ഉണ്ടാവില്ല. തൗഹീദില്ലാതെ ജീവിച്ചു പോയി കഴിഞ്ഞാൽ ചോദ്യം കാണാതെ പഠിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യം ഉണ്ടാവില്ല. അതാ പിന്നീട് പറയുന്നത്, മൻ റബ്ബുക വമാ ദീനുക വമാ നബിയുക എന്ന് ചോദിക്കും. ഖാല ഹന്നാദുൻ ഖാല ഫയതീഹി മലക്കാനി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 2 മലക്കാനി അങ്ങോട്ട് വരും, ഖബറിലേക്ക് അങ്ങോട്ട് വരും. ഫയുജ്ലിസാനിഹി, ഈ മനുഷ്യനെ എഴുന്നേറ്റ് ഇരിപ്പിക്കും. ഫയഖൂലാനി ലഹു, എന്നിട്ട് അവനോട് ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്. ഫയഖൂൽ, അപ്പോ സത്യസന്ധനായി ഈമാനോട് കൂടി മരിച്ചു എന്ന ആളാണെങ്കിൽ ഫയഖൂൽ, അവൻ പറയും, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയും. ഫയഖൂലാനി ലഹു, വീണ്ടും മലക്ക് ചോദിക്കും, മാ ദീനുക്, നിന്റെ ദീൻ എന്താണ്, നീ ഏത് ദീനുകാരനാണ്? ഫയഖൂൽ ദീനി അൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാമാണെന്ന് അവൻ മറുപടി പറയും. ഫയഖൂലാനി ലഹു, വീണ്ടും ചോദിക്കും, മാ ഹാദർ റജുലു അല്ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യനാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചുകൊണ്ട് മലക്ക് പറയുന്ന ഖാല, അപ്പോൾ ആള് പറയും, ഫയഖൂലു ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അല്ലാഹുവിന്റെ റസൂലാണ്. ഫയഖൂലാൻ, വീണ്ടും മലക്ക് ചോദിക്കും, വമാ യുദ്രീക്, ഇതെങ്ങനെയായി ഉത്തരം നിനക്ക് പറയാൻ കിട്ടിയത്? എന്റെ ദീൻ ഇസ്ലാമാണ് നിനക്ക് എങ്ങനെ കിട്ടിയത്? നിന്റെ റബ്ബ് അള്ളയാണ് നിനക്ക് എങ്ങനെ കിട്ടിയത്? ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന ഉത്തരം നിനക്ക് എങ്ങനെ കിട്ടി? ഫയഖൂൽ, അപ്പൊ അയാൾ പറയും, ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അള്ളാഹിന്റെ കിതാബ് വായിച്ചു. അത് പൂട്ടി വെക്കാനുള്ളതല്ല, ഉത്തരം പറയണമെങ്കിൽ കിതാബ് വായിക്കണം. ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ കിതാബ് വായിച്ചു. വആമൻതു ബിഹി, ആ കിതാബ് ഞാൻ വിശ്വസിച്ചു. വസദ്ദഖ്തു, ഞാൻ അത് സത്യപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ഖുർആനിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഉത്തരം പറയാൻ പറഞ്ഞത്. ഫദാലിക ഖൗലുല്ലാഹി തആല, അതിനെക്കുറിച്ചാണ് അല്ലാഹു തആല അവന്റെ കൗലിൽ പറഞ്ഞത്. ഞാൻ ആദ്യം ഓതി കേൾപ്പിച്ചല്ലോ, ആയത്തിൽ എന്താ പറയുന്നത്? യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിച്ചവരായ ആളുകൾക്ക് അവർക്ക് സ്ഥൈര്യം നൽകും, ഉറപ്പ് നൽകും. ബിൽ ഖൗലി സാബിത്, ഉറച്ച വാക്കുകൊണ്ട് മറുപടി പറയാൻ പറ്റും. മറുപടി പറയേണ്ട കുറെ ഘട്ടങ്ങളുണ്ട്. ഖബറിൽ നമ്മൾ മറുപടി പറയണം. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോ അവിടെ നമ്മൾ മറുപടി പറയണം. മറുപടി പറയണമെങ്കിൽ എന്ത് വേണമെന്നറിയോ?
ഖൗലു സാബിത്തോണ്ട് നമ്മൾ വിശ്വസിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ട് അംഗീകരിച്ച് അതിന് വിരുദ്ധമായി ശിർക്കും ഖുറാഫാത്തും ജീവിതത്തിൽ ഇല്ലാതെ ഒരാൾ മരിച്ചുപോയാൽ അങ്ങനെയുള്ളവന് ഈ പറഞ്ഞ ഉത്തരം പറയാൻ പറ്റും. അതാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. ഖാല ഫയുനാദാ മുനാദിൻ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ അത് ആകാശത്തുനിന്ന് വിളിയാളുണ്ടാവും. നിനസമാ ഖദ് അൻഖദ് സദ്ദഖ അബ്ദി. എന്റെ അടിമത സത്യപ്പെടുത്തിയിരിക്കുന്നു, അവൻ സത്യവാനായിരിക്കുന്നു, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചു വിശ്വസിച്ചവനാണ്. അതുകൊണ്ട് അവൻ എന്ത് കൊടുക്കണം? ഫഅഫ്രിശൂഹു ഫിൽ മിനൽ ജന്ന. സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പുകളുണ്ട്, അവന് വിരിച്ചു കൊടുക്കുക. ഖബറില് അവന് സ്വർഗത്തിലുള്ള വിരിപ്പ് കൊണ്ട് വിരിച്ചു കൊടുക്കാൻ പറയും. വഅൽബിസൂ മിനൽ ജന്ന. സ്വർഗത്തിന്റെ ഉടുപ്പ് അവനെ ധരിപ്പിക്കാൻ പറയും. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന. സ്വർഗത്തിലേക്കുള്ള കവാടം നീ അവന് തുറന്നു കൊടുക്കുക എന്ന് പറയും. ഖബറില് സ്വർഗത്തിലേക്കുള്ള കവാടം അവന് തുറക്കും. എന്ന് വെച്ചാൽ ഒരു സത്യവിശ്വാസിയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് കളങ്കമില്ലാതെ ജീവിച്ചു പോയ ഒരു മനുഷ്യന്റെ ജീവിതം ഖബർ എന്ന് പറഞ്ഞാൽ ആശങ്കപ്പെടേണ്ടതില്ലാത്ത ഒരു സുന്ദരമായ സ്ഥലമാണ്. അവന് സ്വർഗത്തെ കണ്ട് ജീവിക്കാൻ പറ്റും. അതാണ് സ്വർഗത്തിൽ നിന്നുള്ള പരിമളം അവൻ ആസ്വദിക്കാൻ പറ്റും, സ്വർഗത്തിൽ നിന്നുള്ള മന്ദമാരുതൻ അവൻ അനുഭവിച്ച് ജീവിക്കാൻ പറ്റും എന്നാണ്. അപ്പൊ ഇതാണ് ഒരു മനുഷ്യന്റെ നല്ല അവസ്ഥ. ഇനി അതേ അവസരത്തിൽ വേറൊരു കൂട്ടരുണ്ടല്ലോ, അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതെന്താണ്? ഖാല ഫയുഫ്തഹു ലഹു ഫീഹാ മിൻ ബസരിഹി ഖാല വഇന്നൽ കാഫിറ ഫദക്കറ മൗതഹു. ഒരു കാഫിറായ മനുഷ്യന്റെ മരണത്തെ പറ്റിയാ പിന്നെ റസൂൽ പറഞ്ഞത്. ഇതൊക്കെ വടി കുത്തിപ്പിടിച്ച് ഇരുന്നിട്ട് പറയുന്ന ഉപദേശങ്ങൾക്കിടയിൽ പറയുന്ന കാര്യമാണ്. എന്താ പറയുന്നത്? ഒരു കാഫിറായ മനുഷ്യൻ അവന്റെ റൂഹ് ആത്മാവിനെ അവന് തിരിച്ചു കൊടുക്കും. ഫീ ജസദി ഫയതീഹി മലകാനി. അവന്റെ അടുക്കൽ 2 മലക്ക് വരും. ഫയുജിരിസാനിഹി. എന്നിട്ട് അവനെ ഇരുത്തും. ഫയഖൂലാനി ലഹു മൻ റബ്ബുക്. നിന്റെ റബ്ബ് ആരാണ് എന്ന് മലക്കുകൾ അവരോട് ചോദിക്കും. ഫയഖൂൽ ഹാ ഹാ ലാ അദ്രി. എനിക്കത് പറയാൻ അറിയില്ല. നിന്റെ റബ്ബ് ആരാണ് ചോദിച്ചിട്ട് ഖബറിൽ ഉത്തരം പറയാനില്ല. ഫയഖൂലാനി ലഹു മാ ദീനുക്. നിന്റെ ദീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഫയഖൂലു ഹാ ഹാ ലാ അദ്രി. എനിക്കതറിയില്ല എന്നാണ് അയാൾക്ക് മറുപടി. വീണ്ടും അയാളോട് ചോദിക്കുന്നത് ഫയഖൂലാനി ലഹു മാ ഹാദാ റജുലു അല്ലദീ ബുഇസ ഫീകും. നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ റസൂൽ ആരാണ്? ഈ മനുഷ്യൻ ആരാണ്? റസൂലുള്ളാഹിനെ കാണിച്ചിട്ട് ഫയഖൂലു ഹാ ഹാ ലാ അദ്രി. എനിക്കതിനെപ്പറ്റി അറിയില്ല. എന്താ അറിയാത്തത്? ദുനിയാവിൽ കേൾക്കാഞ്ഞിട്ടല്ല, ദുനിയാവിൽ കേൾക്കാത്തത് കൊണ്ടല്ല, പിന്നെന്താണ്? ദുനിയാവിൽ ആ പറഞ്ഞിട്ടുള്ള റസൂലുള്ളാഹിന്റെ വാക്ക് അനുസരിക്കുകയോ അതനുസരിച്ച് ജീവിക്കുകയോ ചെയ്തില്ല. അവന്റെ ജീവിതത്തെക്കുറിച്ച് അവന് കാഴ്ചപ്പാടുണ്ടായില്ല. അങ്ങനെ പോകുന്ന ഒരാൾക്ക് ഫയുനാദാ മുനാദിൻ മിനസ്സമാ. ആകാശത്ത് നിന്ന് അപ്പോൾ വിളിയാണ്ടാവും. അൻകദ്ദബ. അവൻ കള്ളനാണ്, അംഗീകരിക്കാത്തവനാണ്. അതുകൊണ്ട് ഫഅഫ്രിശൂഹു മിനൻ നാർ. നരകത്തിൽ നിന്ന് അവന് വിരിച്ചു കൊടുക്കുക. വഅൽബിസൂഹു മിനൻ നാർ. നരകം കൊണ്ട് നീ അവനെ അണിയിപ്പിക്കുക. വഫ്തഹു ലഹു ബാബൻ ഇലൻ നാർ. നരകത്തിലേക്കുള്ള കവാടം അവനോട് തുറന്നു കൊടുക്കുക എന്ന് ആകാശത്ത് നിന്ന് വിളിയാളുണ്ടാവുന്നതാണ്. അപ്പൊ ഇതാണ് 2 മരണങ്ങൾ, 2 അവസ്ഥകൾ. മനുഷ്യൻ തിരിച്ചു പോകുമ്പോ മനുഷ്യൻ ഒന്നാമതായി നേരിടേണ്ട ഹിസാബിന്റെ സമയത്ത് ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇതാണ്. അപ്പൊ ഈ അനുഭവങ്ങളൊക്കെ മനുഷ്യന്റെ മുമ്പിൽ വരാൻ കാത്തിരിക്കുന്ന സംഗതിയാണ്. മരണം എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. മരണത്തിനപ്പുറത്ത് ഒരിക്കലും അവസാനിക്കാത്തൊരു ജീവിതം വരാനുണ്ട്. അതിന്റെ പോക്ക് ഇങ്ങനെയൊക്കെയാണ് എന്നതിനെപ്പറ്റി നല്ല ബോധ്യവും നല്ല ധാരണയും നല്ല വിശ്വാസവും നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതം പരിശുദ്ധമായി. അനാവശ്യങ്ങളൊന്നും നമ്മൾ പോകൂല. നമ്മളെ നോക്കാൻ ആളുണ്ട്, ശ്രദ്ധിക്കാൻ ആളുണ്ട്, മലക്കളുണ്ട്, എഴുതാൻ ആളുണ്ട്, റെക്കോർഡാക്കാൻ ആളുണ്ട്. അതൊന്നും നമ്മൾക്ക് മറന്നുപോകാൻ പറ്റൂല, വിസ്മരിക്കാനും പറ്റൂല എന്നൊരു ബോധം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിയാൽ നല്ല മനുഷ്യന്മാരായി ദുനിയാവിൽ ജീവിക്കാനും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ അനുകൂലമായി സാക്ഷി കിട്ടുന്ന സ്വർഗത്തിന്റെ അവകാശികളായി തീരാനും നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഅ്മിനീകളിൽ ഉൾപ്പെട്ട് ജീവിച്ചു മരിച്ചു പോകാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്, സിയത്ത് ചെയ്യുകയാണ്. ഇന്നിപ്പോ ഷഅബാൻ 15 നമ്മുടെ കലണ്ടറിൽ കാണുന്നത്. ഷഅബാൻ 15 എന്ന് പറഞ്ഞാല് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയുകയുണ്ടായി, ഷഅബാൻ മാസം എന്ന് പറഞ്ഞാൽ ധാരാളം നോമ്പ് നോൽക്കാൻ പറ്റിയ, സുന്നത്ത് നോമ്പുകൾ വർദ്ധിക്കാൻ പറ്റിയ ഒരു സമയമാണ്. അതിന് തർക്കമല്ല. പക്ഷേ ഷഅബാൻ 15 എന്ന പ്രത്യേകമായ ഒരു ഡേറ്റില് പ്രത്യേകമായ ചില ഇബാദത്തുകൾ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അന്ന് നോമ്പ് നിൽക്കുന്നവരായ ആളുകളുണ്ട്. അങ്ങനെ ഒരു നോമ്പില്ല.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല അതിന് പറയുന്ന കാരണം എന്താണ്? ശഅബാൻ 15-നാണ് ഖുർആൻ ഇറങ്ങിയെന്നാണ്. അതിന് ബറാഅത്ത് രാവ് എന്ന് നമ്മൾ പേരിട്ടു. അങ്ങനെ ശഅബാൻ 15-നാണ് ഖുർആൻ ഇറങ്ങിയെന്ന് ഖുർആനിലില്ല, ഹദീസിലും ഇല്ല. അതിനെതിരാണുള്ളത്. എന്താണുള്ളത്? എല്ലാവർക്കും അറിയാവുന്ന ആയത്താണ് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് റമളാൻ മാസത്തിലാണ്. ആ റമളാൻ മാസത്തിലെ ലൈലത്തുൽ ഖദർ, ഇന്നാ അൻസൽനാ ഫീ ലൈലത്തിൽ ഖദർ, ലൈലത്തുൽ ഖദറിലാ ഖുർആൻ ഇറങ്ങിയത്. ലൈലത്തുൽ ഖദർ എന്നാ റമളാൻ മാസത്തിലാണ്. അപ്പൊ റമളാൻ മാസത്തിലാണ്, റമളാൻ മാസത്തിലെ ലൈലത്തുൽ ഖദറാണ് ഖുർആൻ ഇറങ്ങിയെന്നുള്ളത് ഖുർആന്റെ ഖണ്ഡിതമായ നിലപാടാണ്. പിന്നെ എങ്ങനെ ശഅബാൻ 15-നാണ് ഖുർആൻ ഇറങ്ങുന്ന ഒരാൾ പറയാ? അതിനൊരു ആയത്ത് ഓതു, ഇന്നാ അൻസൽനാ ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ രാത്രിയിലാണ് നമ്മൾ ഇറക്കിയത്. ആ അനുഗ്രഹീത രാത്രി എന്ന് പറഞ്ഞാൽ ശഅബാൻ 15-ആണ് എന്നൊരു വ്യാഖ്യാനം. ആ വ്യാഖ്യാനം ഒരിക്കൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഖുർആനെതിരാണ്. ഖുർആന്റെ വ്യക്തമായി ആർക്കും കണ്ണുവട്ടന് പോലും കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന ആയത്തിനെതിരായിട്ടൊരു വ്യാഖ്യാനം ഒരാൾ കൊടുത്താൽ തോട്ടുകൊണ്ടുപോയി എറിയണം. എന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, ഇബാദത്തുകൾ ചെയ്യിപ്പിക്കുക. ഇബാദത്ത് ചെയ്യണ റസൂലുള്ളാഹിന്റെ മാതൃക വേണം. റസൂലുള്ളാഹിന്റെ മാതൃക അല്ലാത്തൊരു നോമ്പ് നിൽക്കാൻ പറ്റില്ല. റസൂലുള്ളാഹിന്റെ മാതൃകയല്ലാതെ നിസ്കരിക്കാൻ പറ്റൂല. മാതൃകയ്ക്ക് വിധേയമായി ചെയ്തെങ്കിലേ അതെന്താവും? അമലാവും. മാതൃക വിരുദ്ധമായി ചെയ്താൽ വലാലത്താണ്, നരകത്തിലേക്കുള്ള വഴിയാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. വല്ലവനും ഒരു പ്രവൃത്തി ചെയ്തു, ആ പ്രവൃത്തി ചെയ്യാൻ ഞാൻ കൽപ്പിച്ചിട്ടില്ല എങ്കിൽ അത് മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണ്, തോട്ടിലേക്ക് എറിയേണ്ടതാണ് എന്ന് പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ ആ മാതൃകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദീന് അനുഷ്ഠിക്കുന്ന കാര്യത്തിൽ ചെയ്യേണ്ടത്. അതിന് വിരുദ്ധമായ ഒരു നിലപാട് നമ്മൾ ചെയ്താൽ അത് നരകത്തിലേക്കുള്ള വഴിയായിട്ടാണ് മാറുക. സ്വർഗത്തിലേക്കുള്ള നമ്മൾ ചെയ്യുന്ന കാര്യമൊക്കെ പുണ്യകർമ്മ വിചാരിച്ച് ചെയ്യുക. പക്ഷെ അള്ളാന്റെ റസൂലിന്റെ കൽപ്പനക്കെതിരെ ചെയ്യാൻ പാടില്ല. അപ്പൊ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, റസൂലുള്ളാഹിന്റെ മാതൃകക്കനുസരിച്ച് ചെയ്യുക.